ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ മലയ്ക്ക് പോകുന്നതിൻ്റെയാണ്. അപ്പം കെട്ട് നിറയ്ക്കുന്നതിൻ്റെയും ഒക്കെ അങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മലയ്ക്ക് പോകുന്നതിൻ്റെ കെട്ട് നിറയ്ക്കലും ഒക്കെ ആയിട്ടാണ്. അപ്പം കുടുംബത്ത് വെച്ചാണ് കെട്ട് നിറയ്ക്കുന്നത്. അവിടുന്ന് അനിയനും പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു 4:30 ആയിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് 5 മണിക്ക് മുന്നേ വരും. അതിന് മുന്നേ കെട്ട് മുറുക്കാനായിട്ട് സ്വാമി വരുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേരുടെയൊക്കെ കെട്ട് നിറയ്ക്കാനുള്ള സമയത്ത് എന്നാന്ന് വെച്ചാൽ കെട്ടുമുറുക്കൊക്കെ ഉള്ള സമയത്ത് ചേട്ടൻ ഒത്തിരി എടുത്ത്. ഈ ചേട്ടനാണെങ്കിൽ ഞാൻ കുറേ വർഷങ്ങളായിക്കൊണ്ട് നമ്മുടെ ഇവിടെ കെട്ടുമുറുക്കുന്ന ഈ ചേട്ടനാണ്. അപ്പം ആ ചേട്ടൻ ഒത്തിരി സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇച്ചിരി താമസിക്കുകയൊക്കെ ചെയ്യും. അപ്പം രാവിലെ കണ്ണനും ഉണ്ണിയും ദിയാമോളും എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അപ്പോൾ അവർ വെളുപ്പിനെയും കഴിച്ച് പിള്ളേരല്ലേ, അവർക്ക് വെച്ചൊക്കെ ചെയ്തില്ലേ. അതുകൊണ്ട് അവർക്ക് അതെല്ലാം കഴിച്ചതിന് ശേഷം വേണം ഇനി കെട്ട് മുറുക്കൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ അതിനുള്ള തേങ്ങയുടെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പം ഒത്തിരി കെട്ടുമുറുക്കൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ ഒരുപാട് താമസിക്കാറുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്ക് നേരം വെളുത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. വെളുപ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ സമയം പോകാണ്ട്. പക്ഷേ ഇന്ന് നേരത്തെ വന്നു. 5 മണിയൊക്കെ അതിന് മുന്നേ തന്നെ വന്നു. അപ്പോൾ കെട്ട് നിറയ്ക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത് ആദ്യം മാളികപ്പുറമാണ്. അത് കഴിഞ്ഞ് പിന്നെ സ്വാമിമാർ അങ്ങനെ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് കേട്ടോ കെട്ട് നിറയ്ക്കുന്നത്. അപ്പോൾ ആദ്യം മാളികപ്പുറം കെട്ടി നിറയ്ക്കാനായിട്ട് തുടങ്ങുവാണ്.
പറ്റില്ല. പുറത്ത് തല വെച്ചിട്ട് കെട്ടെല്ലാം നിറച്ച് കഴിഞ്ഞ് പിന്നെ കെട്ടിലേക്ക് ദക്ഷിണ വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അവിടെയുള്ള എല്ലാവരും വെക്കുന്നുണ്ട്. എല്ലാവരും പൈസ ആദ്യം അച്ഛൻ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കെട്ടിൻ്റെ പുറത്ത് ദക്ഷിണ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദക്ഷിണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹം മേടിക്കണം എല്ലാവരുടെയും. അപ്പം അതും എല്ലാം ഇങ്ങനെ എല്ലാവരും അനുഗ്രഹങ്ങളൊക്കെ മേടിച്ച് അമ്മയുടെ അച്ഛൻ്റെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ മേടിച്ച് അവരിനിയിപ്പം കെട്ടെല്ലാം നിറച്ച് ഇനി അനുഗ്രഹം എല്ലാം മേടിച്ച് കഴിഞ്ഞവരിനി പോകാനായിട്ട് ഇറങ്ങാനൊക്കെ ഉള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പം ഓരോ പ്രാവശ്യവും മലയ്ക്ക് പോകാൻ മാലയിടുമ്പോഴും ഉണ്ടല്ലോ നമുക്ക് എല്ലാ തരത്തിലൊരു പ്രത്യേക സന്തോഷമാണ്. ഇപ്പം നമ്മൾ പോകുന്നില്ലെന്ന് പറഞ്ഞാലും വീട്ടിലുള്ളവരൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് എല്ലാ വർഷവും. എനിക്ക് തോന്നുന്നു ഞാൻ വന്ന കാലം മുതൽ ചേട്ടൻ മലയ്ക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ മരണമോ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റാത്ത ചില പെലകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ പോകാതിരുന്നിട്ടുള്ളൂ. അല്ലാതെ എല്ലാ പ്രാവശ്യവും മലയ്ക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി ദിവസമൊന്നും ഇവർ നോയമ്പെടുക്കത്തില്ല കേട്ടോ. കുറച്ച് ദിവസം മാത്രമേ നോയമ്പെടുക്കത്തുള്ളൂ. കാര്യം നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയുണ്ട് നോയമ്പെടുത്തൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് ഒരുപാട് ദിവസം നീണ്ടു പോകത്തില്ല നോയമ്പെടുക്കാൻ. മിക്കപ്പോഴും ഇവർ ചേട്ടനിയന്മാരെ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും ദക്ഷിണയെല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞേച്ച് പിന്നെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തതിന് ശേഷം വേണം അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവരും ദക്ഷിണയെല്ലാം കൊടുത്തതിന് ശേഷം അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തേച്ച് ഇനി ഇരുമുടിക്കെട്ടുമായിട്ട് ഇറങ്ങാൻ ആദ്യമേ മാളികപ്പുറത്തിൻ്റെ ഇരുമുടിക്കെട്ട് വെച്ച് കൊടുത്ത് മാളികപ്പുറം ഇറങ്ങി അതിൻ്റെ പുറകെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഉണ്ണിയും കണ്ണനും കൂടെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഉണ്ണിക്ക് കണ്ണനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. കണ്ണനും ഉണ്ണി കൂട്ടുള്ളതുകൊണ്ട് പോകാൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെ ഓരോന്നും പറഞ്ഞും എടുത്തൊക്കെ നിൽക്കുകയാണ്. അപ്പം പിള്ളേരൊക്കെ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണിക്കും. എന്നാലും ഇവർ വലിയൊരു കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കണ്ണനൊക്കെ കുഞ്ഞിലെ മുതൽ പോകാൻ തുടങ്ങി കേട്ടോ. കണ്ണനൊരു ഇച്ചിരി തിരിച്ചറിവായപ്പം തൊട്ടേ കണ്ണനും അച്ചുവും പോയിട്ടുണ്ട് മലയ്ക്ക്. അച്ചു പിന്നെ ഇപ്പം പെൺപിള്ളേർക്കൊക്കെ ഒരു പ്രായപരിധി ഉണ്ടല്ലോ പോകുന്നതിന്. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ടില്ല അച്ചു. കണ്ണന് ഇപ്പോൾ ദിയാമോളാണെങ്കിലും എനിക്കൊന്ന് മൂന്നാമത്തെ പ്രാവശ്യം കണ്ടാന്ന് തോന്നുന്നു പോകുന്നതെന്ന് തോന്നുന്നു. ഉണ്ണിയും അതിൽ കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവർ എല്ലാവരും പിള്ളേർക്കാണെങ്കിലും ആ നോയമ്പെടുക്കാനും ഒക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വെട്ടം വീണ് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം നേരത്തെ കെട്ട് നിറച്ച് ഇറങ്ങാൻ പറ്റി. മറ്റേ എല്ലാ പ്രാവശ്യവും വെട്ടം വീണ് എനിക്കൊന്നൊരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് മിക്കപ്പോഴും പോകുന്നത്. പ്രാവശ്യം നേരത്തെ പോകാൻ പറ്റി. ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അമ്പലത്തിൽ നിന്നാണെങ്കിലും ഇറങ്ങാൻ പറ്റി. അപ്പോൾ അവർ നമ്മുടെ തോട്ടങ്കാവ് അമ്മയുടെ അടുത്ത് വന്ന് അവിടെ വന്ന് തിരുമേനിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം അമ്പലത്തിൽ കരിക്കും അടിച്ചതിന് ശേഷമാണ് ഇവർ പോകുന്നത്. അപ്പം അമ്പലത്തിലൊക്കെ രാവിലെ വലിയ തിരക്ക്. രാവിലത്തെ ഒരു ഇതെല്ലാം കഴിഞ്ഞ്
തിരക്കൊക്കെ ഒരിച്ചിരുന്ന് കഴിഞ്ഞ്, അതുകൊണ്ട് ഇപ്പോൾ വലിയ ആളില്ല അമ്പലത്തിൽ കയറുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ കയറി അവിടെ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കാനും എല്ലാം കൂടെ ആയിട്ട് ഒരു കയറാൻ തുടങ്ങണം. അപ്പം ഞങ്ങൾ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൂടെ ഇവരുടെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അന്നേരം തന്നെ പെട്ടെന്ന് ഇങ്ങ് പോകുന്നായിരുന്നു കേട്ടോ. അമല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് വന്നത്. അപ്പം അവർ തിരുമേനിക്ക്, വലിയ തിരുമേനിക്കും കൊച്ചു തിരുമേനിക്കും ഒക്കെ ദക്ഷിണ കൊടുക്കുവാണ്. പിള്ളേരെ കൊണ്ടും എല്ലാം കൊടുപ്പിച്ച്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ദക്ഷിണ കൊടുക്കലും എല്ലാം പിള്ളേരിലൊക്കെ ഒരു, അവർക്ക് ആ സമയത്തൊരു ഭക്തിയും കാര്യങ്ങളും ഒക്കെ ഒരു പ്രത്യേക ഇതാണ്. അവരുടെ ഭയങ്കര ഭക്തിയിലാണ് ഇവരെല്ലാം പിള്ളേരെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അവരവിടുന്ന് അത് കഴിഞ്ഞേച്ച് അമ്പലം ചുറ്റി വരികയാണ്. വന്നിച്ച് ഇവിടെയാണ് കരിക്ക് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ കരിക്ക് അടിച്ചതിന് ശേഷം ഓരോരുത്തരും ഇതോരോരുത്തർ, പക്ഷേ കൊച്ചു പിള്ളേരല്ലേ, അപ്പം ഉണ്ണി ആദ്യം എറിഞ്ഞ് അത് ചെറുതായിട്ടൊന്നും ഇതായതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി എറിഞ്ഞതിന് ശേഷമാണ് ഒന്ന് പൊട്ടിയത്. ദിയാമോളാണെങ്കിൽ 3 പ്രാവശ്യം എറിഞ്ഞു കേട്ടോ. 3 കൊച്ചല്ലേ, കാര്യം കുഞ്ഞുങ്ങളാകുമ്പോൾ അതുങ്ങൾക്ക് അത്രയും വലിച്ചതെറിയാനായിട്ട് പറ്റത്തില്ലല്ലോ. പക്ഷെ എന്നാലും ദിയാമോൾ 2-3 പ്രാവശ്യമൊക്കെ എറിഞ്ഞ് അതൊന്ന് പൊട്ടിച്ചു കേട്ടോ. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഉണ്ണി ആദ്യമേ എടുത്ത് എറിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും അങ്ങോട്ട് പൊട്ടിയില്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊന്നും കൂടെ എറിയാനായിട്ട് എടുത്ത് രണ്ടാമത് എറിഞ്ഞതിനകത്ത് പൊട്ടി. അത് കഴിച്ച് ദിയാമ്മക്ക് സത്യം പറഞ്ഞാൽ പൊട്ടാതായപ്പോഴത്തേക്ക് ഒരു പേടിയുണ്ട്. ഉണ്ണി എറിഞ്ഞപ്പോഴത്തേക്ക് അത് പൊട്ടാത്തതുകൊണ്ട് അവൾ ഇനി എറിഞ്ഞത് കേട്ടോ, കുഞ്ഞി കൈയല്ലേ, അതിൽ നിന്ന് അങ്ങോട്ട് ഇട്ടതേ തെറിച്ച് അപ്പുറത്തോട്ട് പോയി. അപ്പം എല്ലാവരും കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മതി. അപ്പോൾ അവൾക്കൊരു വിഷമം പോലെ, അവൾ ഇട്ടത് മാത്രം പൊട്ടിയില്ല എന്നൊരിതുപോലെ. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കരിക്കെടുത്ത് കൊടുത്തേച്ച് വീണ്ടും ഒന്നും കൂടെ അതെറിഞ്ഞ് അത് പൊട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ പോയത്. അത് ഞാൻ പറഞ്ഞ ഇരുമുടിക്കെട്ട് അവരാരെങ്കിലും മേടിച്ചേച്ച് 2 കൈ കൊണ്ട് ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് പൊട്ടിയേച്ച് തെറിച്ച് ഇപ്പുറത്തോട്ട് വന്നു. പിന്നെ ഉണ്ണി എടുത്ത് അവിടെ അടിച്ച് പൊട്ടിച്ചേച്ച് എല്ലാവരും അമ്പലത്തിൽ തൊഴുതൊക്കെ ഇറങ്ങി. ഇനി നേരെ ഇവർ ശബരിമലയിലേക്ക് പോവാണ്. അപ്പോൾ ഇവർ എരുമേലി പോകാതാണ് പോകുന്നത്. ഇവരങ്ങനെ എല്ലാം നേരിട്ടാണ് അങ്ങ് പോകുന്നത്. അങ്ങനെ അവരെ യാത്രയാക്കിയതിന് ശേഷം ഞങ്ങളിങ്ങ് വീട്ടിലേക്ക് പോകുന്നു. ഇനി അവർ പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം.